ഇടവാമപൂജ്യമാണമേ രാജ്യം വരണമേ ഞങ്ങളുടെ ആഹാരം എന്താണൊക്കെ തരണമേ ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ ജീവനോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവണതപ്പെടുത്തരുത് തിരുമേക്ഷണമേ പാപയായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വന്ന സമയത്ത് തമ്പുരാണ് ഉപേക്ഷിക്കണമേ വാദൻ്റെ വേറോനിക്കാമിഴിനേമാനന്ദമേകുന്ന മാനത്തെ പൂനിരാവി പോലെ മിന്നി ഇന്നാ മുഖത്തിൻ്റെ കുരിശിൻ്റെ വഴി പോകുന്നത് ഇതുപോലെ വന്ന് കോൺക്രീറ്റ് വഴി ഇവിടെ തീരും കേട്ടോ. അങ്ങനെ മലമുകളിൽ കൂടെയൊക്കെ കയറിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 1-ാം സ്ഥലം 2-ാം സ്ഥലം 3-ാം സ്ഥലം കണ്ടില്ല. 4-ാം സ്ഥലത്ത് വന്നപ്പോഴാണ് ഇവരെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇവിടെ 5-ാം സ്ഥലം അവരിവിടെ ഈ സ്പോട്ടിൽ നിന്ന് ചെല്ലി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ നമുക്കും ഓരോ സ്ഥലങ്ങൾ ഇനി എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് 5-ാം സ്ഥലം എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഓരോ കുഞ്ഞു കുരിശിൻ്റെ വഴി ചെല്ലി ബാക്കി സ്ഥലങ്ങൾ ധ്യാനിച്ച് പോകാം കേട്ടോ. ഇവിടെ നിന്ന് കയറി വരുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ചെറിയ കോൺക്രീറ്റ് വഴിയുണ്ട്. അതിവിടെ വരുമ്പോൾ അവസാനിക്കുവാണ്. പിന്നെ നമ്മളത് ഇതുപോലെ പാറയിൽ കൂടെ കയറി വേണം പോകാനായിട്ടേ. അപ്പോൾ നമ്മൾ നോയമ്പ് തുടങ്ങി ആദ്യത്തെ വെള്ളിയാഴ്ചയുണ്ട് ഇവിടെ കുരിശിൻ്റെ വഴി. നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ നിന്ന് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവരോടൊപ്പം പതുക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുവാണേ. നമ്മളിത് ഇതുപോലെ കയറി വരണേ. പിന്നെ മൊത്തം പാറയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ബേബികളുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് കേട്ടോ കയറുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ മടുക്കും. അവർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞു ബേബികളുള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ ഇവിടെ 6-ാം സ്ഥലം ധ്യാനിച്ച് പോകാവേ. 6-ാം സ്ഥലം ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് ആവശ്യത്തെ പുരുഷങ്ങളോ ദൈവം വേറോനിക്ക ഈശോമിശിഹായുടെ തിരുമുഖം തുറക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങനെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് ആവശ്യത്തെ പുരുഷരങ്ങ് നമ്മൾ കുഞ്ഞു പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവന്മാരും കൂടി ഒച്ച വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ 6-ാം സ്ഥലം എന്ന് പറഞ്ഞ് സ്വർഗ്ഗസ്നായ പിതാവേയും ചൊല്ലി പോകുന്നതാണ് കേട്ടോ. അടുത്ത കുരിശിൻ്റെ വഴി ഈ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഭക്തിപൂർവ്വം ഓരോ പ്ലേസുകൾ പറഞ്ഞ് ചെല്ലാവേ. നമുക്ക് ഇപ്പോൾ ഒത്തിരി പേരെയും കൂടി കണ്ടപ്പോഴത്തേക്കും നമുക്കും പ്രാർത്ഥിച്ച് നമ്മൾ ബുക്കും എടുത്തുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാട്ടെ. ഇതാണ് നല്ല പ്ലേസാണ് കുരിശുമലയുടെ. സ്വർഗ്ഗസ്നായ പിതാവേ ഞങ്ങളുടെ നാമപൂജ്യമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതേപ്പോലെ ഭൂമിയിലുമാണമേ. അങ്ങയുടെ ആഹാരമേ ഞങ്ങൾക്ക് തരണമേ. പ്പെടുത്തരുതേ ദുഷ്ടാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അങ്ങനെ ഇരുപ്രവണത്തിൽ ഈശ്വരന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ ഉപേക്ഷിക്കണമേ അമ്മേ. ഇതുപോലെ കാട്ടുപ്രദേശത്തോടെ കയറി വേണം പോകാനായിട്ട്. ഈ പ്രദേശത്തൊന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു വിജനമായ സ്ഥലത്തോടെയാണേ മണീന്ദ്രമലയിലോട്ട് പോകുന്നത്. യോച്ചൻ നടന്നൊക്കെ പോരുന്നുണ്ടേ. ഒരു സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് സന്ധ്യ തുടങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് തിരിച്ചിറങ്ങി വരികയും ചെയ്യണേ. അപ്പോൾ നമ്മൾ അവിടെ പള്ളിയിൽ നിന്ന് കണ്ടവരെ നമ്മുടെ ഇടവകയില്ല. അപ്പോൾ നമുക്ക് അവർ ഇങ്ങനെ കുരിശിൻ്റെ വഴിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ കണ്ടാണ്. പക്ഷെ അവർ ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് 1-ാം സ്ഥലം തൊട്ട് നമ്മൾ പ്രാർത്ഥിച്ച് വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ അങ്ങ് പോകട്ടെ. അപ്പോൾ നമുക്ക് ഇനിയുള്ള കുരിശിൻ്റെ വഴി സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പം നമുക്ക് കൃത്യമായിട്ട് ചെറിയ കുരിശിൻ്റെ വഴി ചൊല്ലി ധ്യാനിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക. അകലത്തിൽ അവരെ കണ്ടുകൂട്ടോന്നേ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. ഏത് വഴിയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്ക് മാറിപ്പോവേ. അപ്പോൾ പള്ളിയിൽ നിന്നുള്ളവർ അവിടെ പോകുന്നുണ്ട്. കുരിശിൻ്റെ വഴി അവർ ചൊല്ലി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും വഴി തിരിച്ചറിയാൻ പറ്റിയേ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കൺഫ്യൂഷനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് പോയേനെ. അപ്പുറത്തോടെ വഴി കൂടെ പോയേനെ. ഇങ്ങോട്ട് എത്തുമെന്ന് അറിയത്തില്ല. നമ്മൾ
വണ്ടി വന്ന് ഇത് കൂടെ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ താഴെ നിന്ന് ചേച്ചിമാർ പറഞ്ഞേ പകുതി എത്തിയാലും വണ്ടി നമ്മൾ ഉപേക്ഷിച്ചിട്ട് കയറിപ്പോണ്ട് വരും, നടന്ന് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് 4 സ്ഥലത്തോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമുക്കിനി അവരുടെ പുറകെ പോകാം. അപ്പോൾ പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നമുക്ക് ഈ കുരിശുമല ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇടയ്ക്കൊക്കെ വരാം കേട്ടോ. ഇതുപോലെ ഒറ്റയ്ക്ക് വരുമ്പോൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വരുവാണെങ്കിൽ ഇവിടുന്ന് പള്ളിയിൽ നിന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞങ്ങളൊന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ പുറകെ പതുക്കെ പോകുന്നുണ്ടേ. ഇതുകൊണ്ട് കയറി പോകാൻ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും. ഞങ്ങൾ വഴികൾ കിടക്കണേ. കോൺക്രീറ്റ് അവിടെ കൊണ്ട് തീരുവാണേ. കുറച്ചൊരു ഭാഗം കൊണ്ട് വരുമ്പോൾ ഇവിടെ കൊണ്ട് തീരുവാണേ. ഇവിടെ വരുമ്പോൾ വണ്ടി കയറ്റിക്കൊണ്ട് പോകാനും പാടാണേ. ഭയങ്കര വിജനമായ ഒരു സ്ഥലമാണ്. മറ്റുള്ള കുരിശുമലകളെ പോലെ ഇവിടെ തൊട്ടടുത്തൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കയറി പോരുമ്പോൾ. പിന്നെ പറമ്പിൻ്റെയൊക്കെ വലിയ ആളുകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകാനായിട്ട് സാധിക്കുകയും ചെയ്യേ. ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ. അപ്പോൾ ലിയോച്ചനെ ചെരുപ്പും കേൾപ്പ് വച്ചയപ്പിച്ചുകൊണ്ട് പതൊക്കെ പോവുകയാണേ. വീഴും. ഇതൊക്കെ പണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും മാറി പോയി വന്നോണേ. പിന്നെ അവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പറമ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കോതങ്ങൽ രൂപതയുടെ കീഴിലുള്ള കുരിശുമുടിയാണിത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വികസനങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഈ ദേവാലയത്തിൽ അവിടെ ചിലപ്പോൾ കുരിശുമുടി ഉണ്ടെന്ന് അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുള്ളൂ എന്നുള്ളേ. പുറകോട്ട് നോക്കുമ്പോൾ ഈ വഴിയിലൂടെയാണ് നമ്മൾ വന്നത് കേട്ടോന്നേ. ബൊമ്പദാസത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. കോൺക്രീറ്റ് വഴിയിലോട്ടാണ് ഈ താഴ്ഭാഗത്ത് നിന്ന് എത്തിച്ചേർന്നത്. ഈ താഴത്തേക്ക് ശരിക്കും കോൺക്രീറ്റ് വഴി ഉണ്ടെന്നാണ്. നമ്മൾ കുരിശിൻ്റെ വഴിക്ക് വേണ്ടിയിട്ട് താഴ്ഭാഗത്തോടെ ചുറ്റി വരുന്നതാണേ, പരിഹാര പ്രദർശനത്തിന് വേണ്ടിയിട്ട്. മനസ്സാസ്ത്രത്തെ പോലെ ഭൂമിയിലാണമേ ഇതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതോടെ അതായിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ആദ്യപ്പെടുത്തരുത് ദുഷ്ടമായ പ്രശ്നമാണ്. പതിപ്പിച്ചുറപ്പിക്കണം. 10ാം സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇവരോടൊപ്പം ചേരുവാണ്. വീണ്ടും 9ാം സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും നമ്മൾ എത്തിച്ചേർന്നവരോടൊപ്പം 10 കയറി നമ്മളിനി 11ാം സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കോൺക്രീറ്റ് ആണെങ്കിൽ ഭയങ്കര കുത്തനെ കയറ്റമാണേ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ വഴി കൂടെ തന്നെ നമ്മളെ പകുതിക്ക് വഴിക്കൊന്നും കയറിയില്ല, അത് കൂടെ തന്നെ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് തിരിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇടുന്ന സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ മല കയറുന്നേക്കാൻ ഭയങ്കര മടുക്കൂട്ട് തോന്നേ. കുറച്ച് വഴിയുണ്ടെങ്കിലും പിന്നെ കാട്ടുപ്രദേശമാണെങ്കിലും കയറി വരുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടില്ലാത്ത രീതിയായി മാറുവേ. ഭയങ്കര ബുദ്ധിമുട്ടായി കയറിപ്പോയി. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും 10ാം സ്ഥലമാണേ. പെടുത്തരുത് പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപയാളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനുടെ പരിരക്ഷണമേ അമ്മേ. പരിശുദ്ധ മാതാവേ ഉറച്ചതായ കർത്താവേ ഞങ്ങളുടെ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്ഥലമായി ഭയങ്കര കാറാണേ. രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു.
നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റ് സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപതികളെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെയ്തവരുടെ പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. സ്ഥലമാണേ. നല്ല പ്രകൃതിയായിട്ട് ഒരുക്കിയിരിക്കുന്ന കുരിശുമലയാണ് കേട്ടോ ഒന്ന് കാണാൻ. വിജനമായ പ്രദേശമാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ദൈവം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ല നിശബ്ദതയിൽ കുരിശിൻ്റെ വഴി ധ്യാനിക്കാൻ നല്ല ഒരിടമാണ് മണിയന്ത്രം കുരിശുമല. ഒരു ടവറും കൂടിയുണ്ട്. നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് പോകുന്ന വഴികളിൽ കൂടെയാണ് കയറി പോകുന്നത്. വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴേക്ക് ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന എങ്കിലും പടയാളികൾ ഒരാൾ ചിന്തകൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മൃതദേഹം കുരിശിൽ ഇറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ഞങ്ങളെ ക്ഷമിക്കണമേ. ദുഷ്ടായ രക്ഷണമേ. എന്നറിഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ പിന്തുണമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിസ്ഥയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനെ രക്ഷണമേ. പരിസ്ഥിതി മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവ് ഞങ്ങൾ തെപ്പിച്ചർപ്പിക്കണമേ. ഇങ്ങനെ ഇറങ്ങി താഴെ വരെ പോണേ. 13-ാം സ്ഥലം കഴിഞ്ഞു. ഈ 14-ാം സ്ഥലത്തേക്ക് പോവാണേ. ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ചതായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു.
മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മൾ 14-ാം സ്ഥലം കഴിഞ്ഞു കേട്ടോ. വിജനമായൊരു മല ആണ് കേട്ടോ ഈ മണിയന്ത്രം കുരിശുമല. അപ്പോൾ നമ്മൾ അവിടെ കുരിശടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. ചുറ്റും ഒരു വീട് പോലും നമുക്ക് കാണാനില്ല. ഭയങ്കര കുന്നും മലയിടുക്കളൊക്കെ കയറി വേണം നമുക്ക് കുരിശടിയിലോട്ട് എത്താനായിട്ട്. ഇതാണ് നമ്മുടെ കുരിശടി കേട്ടോ. മനോഹരം എന്നൊക്കെ പറഞ്ഞേ നാളത്തെ ആശംസിക്കുന്നത് ക്ഷണിക്കുന്നു. അച്ഛനറിയിപ്പ് പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിൻ്റെ വഴി ഉണ്ടായിരിക്കുന്നതാണ്. കുരിശ് മുത്തിയിട്ട് എല്ലാവർക്കും തിരിച്ചു പോകാതെ മലയിൽ ആണ് നമ്മുടെ മനയന്ത്രം കുരിശുമലയുടെ മേൽഭാഗം കേട്ടോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇരിക്കാനൊക്കെ കല്ലുകളൊക്കെ ഇട്ട്, പക്ഷേ നേരം സന്ധ്യയായി തുടങ്ങി, യാത്രയാവാറായി. ഇവിടെ നിന്നെല്ലാം തിരിച്ചു പോകുന്നപ്പോൾ നമ്മൾ തിരിച്ച് പോവാണേ. എല്ലാവരും കുരിശിൻ്റെ വഴി കഴിഞ്ഞ് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പം നമ്മളിനി ഓരോ സ്ഥലത്തെയും കുരിശിൻ്റെ വഴി ഓരോ കുരിശുമലകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിലൂടെ.
നേരം സന്ധ്യ തുടങ്ങിയപ്പോൾ നമ്മളും തിരിച്ചു പോകണേ. ഈ കൂട്ടത്തിൽ പോയാൽ നമുക്കും വഴി കിട്ടുള്ളൂ.